മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുന്നു. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഗവർണർക്ക് നിയമോപദേശം. ചാൻസലറായ ഗവർണർക്കോ വിസിക്കോ നടപടിയെടുക്കാം. വിസി നടപടിയെടുക്കുന്നില്ല എങ്കിൽ ഗവർണർക്ക് ഇടപെടാം എന്നുമാണ് നിയമോപദേശം. എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഇപ്പോൾ ഈ സെനറ്റ് ഹാളിൽ രാഷ്ട്രീയമായ ചിഹ്നങ്ങളുള്ള രാഷ്ട്രീയമായ ഉദ്ദേശമുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ അന്ന് ആ വേദി റദ്ദാക്കാനുള്ള നടപടികൾ എടുത്തത്. പക്ഷെ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അതായത് ഗവർണർ എത്തിയതിന് ശേഷമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തതാണ്. പിന്നീട് ഇപ്പോൾ നിയമോപദേശത്തിൽ പറയുന്നത് എന്താണ്? മധു, സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് അന്ന് നമ്മൾ ഒരാഴ്ച മുമ്പ് സെനറ്റ് ഹാളിൽ കണ്ടത്. അവിടെ പരസ്പരം രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകളടക്കം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു രാജ്ഭവന്റെ ഒരു നടപടി വരുന്നത്. അതായത് ഈ കാര്യത്തിൽ രജിസ്ട്രാറുടെ നിലപാട്, അതോടൊപ്പം തന്നെ രജിസ്ട്രാർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിലെല്ലാം ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ഈ ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും രജിസ്ട്രാറുടെ നിലപാടിൽ നടപടി എടുക്കാമെന്നുള്ളൊരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഗവർണറോട് രജിസ്ട്രാർ അനാദരവ് കാട്ടി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒപ്പം തന്നെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് തുടർന്നുള്ള ഒരു നടപടി വരിക എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്റ്റെഫിൻ, ഇപ്പോൾ രാജ്ഭവൻ ഇതിൽ നേരിട്ട് ഒരു നടപടിക്ക് ഒരുങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഏതായാലും ഗവർണർക്ക് ഈ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമെന്നുള്ള നിയമോപദേശമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് തുടർ നീക്കമാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഏതായാലും വൈസ് ചാൻസലർ അത്തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇദ്ദേഹം പ്രധാനമായും ഗവർണർക്ക് വി സി നടപടി എടുക്കുന്നില്ല എങ്കിൽ ഗവർണർക്ക് അത്തരത്തിൽ നടപടി എടുക്കാം. വി സിക്കോ അല്ലെങ്കിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്കോ ഈ കാര്യത്തിൽ നടപടിയെടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അതായത് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി തന്നെ നടന്നില്ല. ആ പരിപാടി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചത് ഗവർണർ അവിടെ എത്തിയതിനു ശേഷമാണ്. ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം രജിസ്ട്രാർക്ക് മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി ഏതായാലും വിശദമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി നേരത്തെ വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതും ഇത്തരത്തിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഗവർണറോട്, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളോട് രജിസ്റ്റർ കാണിക്കേണ്ട ഒരു ആദരവ് കാണിച്ചില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് എ കെ സ്റ്റെഫിൻ പങ്കുവച്ചത്. സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ രാജ്ഭവന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്.